ഷാനിമോൾ ഉസ്മാൻ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, നേരത്തെ ഷാഹിദ കമാൽ അടക്കം സൂചിപ്പിക്കുന്ന കാര്യം ഈ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഈ ഒരു കൊച്ചുകുട്ടി ഇത്രയധികം കാലം പീഡനത്തിനിരയായിട്ടും അത് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമടക്കമാണ് ഉയർത്തുന്നത്. ഈ വാർത്ത ഇന്നലെ കേട്ടപ്പോൾ മുതല് വല്ലാത്ത പ്രയാസത്തിലാണ്. സത്യത്തില് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൊച്ചു പെൺകുട്ടി എത്രയോ വർഷങ്ങളായിട്ട് ഇതുപോലെ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ളത്, വീട്ടിൽ അറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ നല്ലത്. കൃത്യമായിട്ട് ആരൊക്കെയാണോ ഇതിനകത്ത് കുറ്റക്കാര് അവരെയൊക്കെ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ ഉണ്ടാവണം. ഇത്തരം കേസുകളുടെയൊക്കെ അവസ്ഥ കേരളത്തിൽ എന്താണെന്ന് അറിയാലോ. അവസാനം നോക്കുമ്പോൾ പഴുതുകൾ അടച്ച് അവരിൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട് പലപ്പോഴും ഇത്തരം കേസിന്റെ രേഖകളിലേക്ക് കടക്കുമ്പോൾ കടന്നു പോകുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് ഇതിനകത്ത് ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടുകളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അച്ഛന്റെ ഫോണിലാണ്, ഞാൻ വാർത്തയിൽ നിന്ന് കണ്ടതാണ്, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല, എന്നാലും സ്വന്തം അച്ഛന്റെ ഫോണിലാണ് ഈ 40 പേരുടെയും നമ്പർ ഈ കുട്ടി സേവ് ചെയ്തിരുന്നെന്നും അച്ഛന്റെ ഫോണിൽ നിന്നാണ് സംസാരിച്ചതെന്നൊക്കെ ഉള്ള വാർത്ത എന്നെ ഭയപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാല്. ഇപ്പൊ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. നമ്മള് എല്ലാം ടേക്കൺ ആസ് ഗ്രാൻഡഡ് ആയിട്ട് വിടാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല നമ്മുടെ എന്ന് വെച്ചിട്ട് കുട്ടികളെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തണമെന്നുള്ളതല്ല. പക്ഷേ കൃത്യമായ മോണിറ്ററിങ്, അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തില് നമ്മൾ കൃത്യമായ മോണിറ്ററിങ് വേണം. ഇവിടെ PTA കമ്മിറ്റികളൊക്കെ ഒരു സാമാന്യം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അതുകൊണ്ട് കാര്യമായി എന്ന് കരുതുന്നില്ല. ഈ പെൺകുഞ്ഞിനുണ്ടായിട്ടുള്ള ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ വളരെ സത്വരമായിട്ട് തന്നെ, കോളേജുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം, പേരിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങളല്ല, സൈക്കോളജിസ്റ്റുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾക്കും നിർദ്ദേശം കൊടുക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അതായത് ഷാനിമോൾ ഉസ്മാൻ അടക്കം പറയുന്ന കാര്യങ്ങൾ, വീടുകളിൽ തന്നെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. തെറ്റും ശരിയും അറിയാത്ത പ്രായത്തിൽ അവരെ അത്തരത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത് രക്ഷിതാക്കളുടെ, അതോടൊപ്പം തന്നെ അവരുടെ ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ തന്നെ അവരുടെ കരുതൽ വേണം എന്ന കാര്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന് തുടരുന്നുണ്ട്. നന്ദുഷ, ഞാൻ നേരത്തെ ചോദിച്ചതും അത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവരുടെ പ്രതികരണം തേടിയപ്പോഴും അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഈ അച്ഛൻ്റെ ഫോണിൽ ഇത്രയധികം ആളുകളുടെ നമ്പർ, ഈ പ്രതികളായ 40ഓളം ആളുകളുടെ നമ്പർ അച്ഛൻ്റെ ഫോണിലാണുള്ളത്. അപ്പോൾ അച്ഛനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള മൊഴിയെടുപ്പ് അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നോ? കാരണം ഈ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ ഇത്രയധികം കാലം ഇത്രയധികം ആളുകൾ ലൈംഗികമായി ചൂഷണം ചെയ്തത് രക്ഷിതാക്കൾ അറിയാതെ പോയി എന്നതും ചോദ്യമാണല്ലോ. തീർച്ചയായും സ്നേഹ, ഇതിൽ ആദ്യം തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. 14-ാം വയസ്സിൽ ഈ പെൺകുട്ടി ആദ്യമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ആൾ ആ പെൺകുട്ടിയുടെ വീടുമായും അച്ഛനുമായും ഒക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന തരത്തിലായിരുന്നു ആദ്യത്തെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ നിർണായകമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഫോണിൽ നമ്പറുകൾ സേവ് ചെയ്ത് സൂക്ഷിച്ചത് ഈ പെൺകുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അച്ഛനുമായി 40 പേരും അച്ഛനുമായി നേരിട്ട് ബന്ധമുള്ളവരാണെന്ന് ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ലെങ്കിലും വീടുമായും സ്വന്തം പിതാവുമായും ഒക്കെ തന്നെ ബന്ധമുള്ള ആളുകൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിലുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് പുറത്തു വന്നിട്ടുണ്ട്. പത്തനംതിട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി നിർണായകമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ ആളുകളുടെ അറസ്റ്റ് അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.